മറ്റൊരു പ്രധാനപ്പെട്ടവരെ ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണിയാണ് ഇറാന് നേരെ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ അയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുമ്പോഴാണ് ഒന്നുകിൽ കരാർ ഉണ്ടാക്കും അല്ലെങ്കിൽ ജോലി പൂർത്തിയാക്കുമെന്നുള്ള ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ജോലി പൂർത്തിയാക്കാൻ തനിക്കൊരു പ്രയാസവുമില്ല എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ആ ട്രംപിൻ്റെ വാക്കുകളിലേക്ക് വളരെ വേഗം പോയിട്ട് കാർത്തിക്കിലേക്ക് പോകാം. എൻ്റെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ട്രംപിൻ്റെ വാക്കുകൾ. We're either going to make a deal or we're going to finish the job, okay? And it won't be tough to finish the job. I'd rather make a deal because I don't want to affect 91 million people. We can knock down their bridges in 1 hour. We can knock out their energy supply, all of those big plants that they built, big, beautiful, modern plants. They had a lot of money. They don't have any money now. We haven't given them any money. But we can knock out their electricity and power generating plants, and I would say a small part of an afternoon, every plant will be gone. And they know that. തനിക്ക് തന്റെ പണി ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് ട്രംപ് പറഞ്ഞത് നേതാക്കളെല്ലാം അവിടെയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എത്രയും വേഗം കരാറിലേക്ക് എത്തണം. അപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നവരെ ഒന്നും കാത്തിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണോ? ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ട് ട്രംപിന്റെ ഓരോ ദിവസവുമുള്ള പ്രതികരണങ്ങൾ അത് വളരെ പ്രകോപനപരമായിരുന്നു. ഒന്നെങ്കിൽ ഡീൽ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഒരു വെടിക്ക് തീർക്കാൻ കഴിയും എന്ന തരത്തിൽ വളരെ പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയത്. ഇത് വലിയ തോതിൽ ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങളും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ ഇറാനിൽ ശക്തമായ പ്രതിഷേധം ഈ ചടങ്ങുകളുടെ ഭാഗമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലേറെയും ട്രംപിനെതിരെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ പ്രതികരണം വായിച്ചെടുക്കണം. ഒന്ന്. രണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ എത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ ട്രംപുമായി ചർച്ച നടത്തും. ഈ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇത്തരത്തിൽ കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത് എന്നതും ഈ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 3 ആഴ്ചയ്ക്ക് മുൻപ് സമാധാന ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ആ ധാരണാപത്രം അനുസരിച്ച് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറുണ്ട്. ഈ ദിവസങ്ങളിലാണ് നിർണായകമായ മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കടക്കേണ്ടത്. പ്രത്യേകിച്ച് ആണവ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടക്കേണ്ടത്. മാത്രമല്ല, ഇറാന് നേരത്തെ US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ദോഹ ചർച്ചകൾ വലിയ പുരോഗതിയില്ലാതെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കടുത്ത ഭാഷയിൽ ട്രംപ് ഇറാനെ ആക്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇറാന്റെ ട്രംപിൻ്റെ പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങളോട് വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ട്രംപിൻ്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പായി തന്നെ കരുതണം. കാരണം ഹോർമൂസിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പിനെ വായിച്ചെടുക്കാനും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇതിനിടയിൽ അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹവുമായി ഉള്ള വിലാപയാത്ര ഇപ്പോൾ വിശുദ്ധ നഗരമായ ഖൂമിൽ എത്തിയിട്ടുണ്ട്. ടെഹ്റാനിൽ ലക്ഷങ്ങളാണ് വിലാപയാത്രയുടെ ഭാഗമാകുന്നത്. ഒപ്പം ഖമേനിക്ക് അന്ത്യാഭിവാദം അർപ്പിക്കാൻ ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.